17th question. If f of x is equal to x cube sin x cos x, ഒരു ഡിറ്റർമിനൻറ്റ് ഫോമിലാണ് തന്നേക്കുന്നത്. 6 - 1 0 a square a cube. f of x equal to determinant of x cube sin x cos x, 6 - 1 0 a square a cube, where a is constant. Then prove that d cube by dx cube f of x at x equal to 0 is equal to 0. നമുക്ക് ആദ്യം എഫ് ഓഫ് എക്സ് കാണണം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ നമുക്കറിയാം എക്സ് ക്യൂബ് ഇൻറ്റു മൈനസ് എ ക്യൂബ് മൈനസ് 0. അടുത്തത് മൈനസ് സൈൻ എക്സ് ഇൻറ്റു 6 a ക്യൂബ് മൈനസ് 0. എക്സ് ക്യൂബ് എടുത്തിട്ട് ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തു. സൈൻ എക്സ് ആകുമ്പോൾ മൈനസ് വരും. രണ്ടാമത്തെ ടേം ആയതുകൊണ്ട് മൈനസ് സൈൻ എക്സ് 6 a ക്യൂബ് മൈനസ് 0 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 6 a സ്ക്വയർ മൈനസ് എ എന്ന് വരും. നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് എ ക്യൂബ് എക്സ് ക്യൂബ് മൈനസ് 6 a ക്യൂബ് സൈൻ എക്സ് പ്ലസ് 6 a സ്ക്വയർ കോസ് എക്സ് പ്ലസ് എ കോസ് എക്സ് എന്ന് വരും. ഇത്രയും ടേമുകളാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന കാണിക്കും. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ചെയ്താൽ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് മൈനസ് എ ക്യൂബ് കോൺസ്റ്റൻ്റ് ആണ്. മൈനസ് 3 a ക്യൂബ് എക്സ് സ്ക്വയർ മൈനസ് 6 a ക്യൂബ് സൈൻ എക്സിൻ്റേത് കോസ് എക്സ് 6 a സ്ക്വയർ കോസ് എക്സിൻ്റേത് മൈനസ് 6 a സ്ക്വയർ സൈൻ എക്സ് മൈനസ് എ സൈൻ എക്സ് വരും. കോസ് എക്സിൻ്റേത് മൈനസ് സൈൻ എക്സ്. ഡി ബൈ ഡി എക്സ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റേത് 2x വരും. അപ്പം മൈനസ് 6 a ക്യൂബ് എക്സ്. ഇവിടെ കോസ് എക്സിൻ്റേത് മൈനസ് സൈൻ എക്സ് വരുമ്പം 6 a ക്യൂബ് സൈൻ എക്സ് മൈനസ് 6 a സ്ക്വയർ കോസ് എക്സ് മൈനസ് എ കോസ് എക്സ് വരും. ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് ഓഫ് എഫ് ഓഫ് എക്സ് വരും ഈസ് ഈക്വൽ ടു മൈനസ് 6 a ക്യൂബ് പ്ലസ് 6 a ക്യൂബ് കോസ് എക്സ് പ്ലസ് 6 a സ്ക്വയർ സൈൻ എക്സ് പ്ലസ് എ സൈൻ എക്സ് എന്ന് വരും. ഇനി അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണ് ചോദിക്കുന്നത്. ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയാം മൈനസ് 6 a ക്യൂബ് പ്ലസ് 6 a ക്യൂബ് കോസ് 0 പ്ലസ് 6 a സ്ക്വയർ സൈൻ 0 പ്ലസ് എ സൈൻ 0 എന്ന് വരും. സൈൻ 0 ആണ്, കോസ് 0 1 ആണ്. സോ മൈനസ് 6 a ക്യൂബ് പ്ലസ് 6 a ക്യൂബ് ഇൻറ്റു 1 പ്ലസ് 0 പ്ലസ് 0. അപ്പോൾ 6 a ക്യൂബ് മൈനസ് 6 a ക്യൂബ് കൂടെ 0 കിട്ടും. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 18th question. If ax square plus 2hxy plus by square is equal to 1, show that d square y by dx square is equal to h square minus ab divided by hx plus by the whole cube. അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ ax square plus 2hxy plus by square equal to 1. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് നമ്മൾ ചെയ്യുവാണെങ്കിൽ 2ax പ്ലസ് 2hy പ്ലസ് ഇവിടെ 2h കോൺസ്റ്റൻ്റ് ആണ്. എക്സ് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ആണ്. അപ്പം 2hy ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 2h എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y എന്ന് പറയുമ്പം dy ബൈ ഡി എക്സ് പ്ലസ് 2by dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. ഇതിൻ്റെ അകത്ത് എക്സ് ടേമും ഉണ്ട് വൈ ടേമും ഉണ്ട്. വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2ax 2h ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. എക്സ് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം.
എക്സിൻ്റെയും വൈയുടെയും ഡിഫറൻഷ്യേറ്റ്. അപ്പോൾ 2h ഇൻറ്റു വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 2h എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ. അപ്പോൾ 2h വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1. ഇനി 2h എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് പറയുന്നത് dy/dx. ഇനി by²ൻ്റെ 2by ഇൻറ്റു dy/dx വരും. കാരണം y²-നകത്ത് എക്സ് ഉള്ളത് കൊണ്ട് dy/dx വരും. നമ്മൾ നോക്കുകയാണെങ്കിൽ 2 കോമൺ ആണ്. അപ്പോൾ ax പ്ലസ് hy പ്ലസ് hx പ്ലസ് by dy/dx ഈസ് ഈക്വൽ ടു 0 എന്നല്ല പറഞ്ഞാൽ 2 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. പിന്നെ ഈ രണ്ട് ടേംസ് ഒരുമിച്ച് dy/dx ഉള്ള ടേംസ് ഒരുമിച്ച് ചെയ്താൽ hx പ്ലസ് by. നമുക്ക് ചോദിച്ചേക്കുന്നത് d²y/dx² ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് dy/dx ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ax പ്ലസ് hy. ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ hx പ്ലസ് by എന്ന് പറയാമല്ലോ. ഇതാണ് dy/dx യൂണിറ്റ്. ഇനി നമുക്ക് വേണ്ടത് d²y/dx² ആണ്. d²y/dx² ചെയ്യുമ്പം ഈ മൈനസ് നമുക്ക് പുറത്തെടുക്കാം. hx പ്ലസ് by ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം a പ്ലസ് h ഇൻറ്റു dy/dx മൈനസ് ax പ്ലസ് hy ഇൻറ്റു h പ്ലസ് b dy/dx ഡിവൈഡഡ് ബൈ hx പ്ലസ് by ദ ഹോൾ സ്ക്വയർ. hx പ്ലസ് by ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ ആണ്. അത് a പ്ലസ് h ഇൻറ്റു dy/dx മൈനസ് ax പ്ലസ് hy ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പം h പ്ലസ് ഇത് b ആണ്. h പ്ലസ് b ഇൻറ്റു dy/dx എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ ahx പ്ലസ് aby പ്ലസ് h²x dy/dx പ്ലസ് hby dy/dx മൈനസ് ahx മൈനസ് h²y മൈനസ് abx dy/dx മൈനസ് hby dy/dx ഹോൾ ഡിവൈഡ് ബൈ hx പ്ലസ് by ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത്രയും ടേമാണ് വരുന്നത്. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ചൊക്കെ ടേംസ് ഒരുപോലെയുണ്ട്. നമുക്ക് ഈ ടേമും ക്യാൻസൽ ചെയ്ത് പോയി. ahx മൈനസ് ahx ഇനി മിച്ചമുള്ള ടേംസ് നമ്മൾ കമ്പൈൻ ചെയ്യുവാണ്. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് aby പ്ലസ് h²x dy/dx മൈനസ് h²y മൈനസ് abx dy/dx ഡിവൈഡഡ് ബൈ hx പ്ലസ് by ദ ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ എ ബി ടേം ഒരുമിച്ച് മൈനസ് ഓഫ് എ ബി ടേം ഒരുമിച്ചെടുത്താൽ അത് y മൈനസ് എക്സ് ഇൻറ്റു dy/dx എന്ന് വരും. പ്ലസ് h² ടേം ഒരുമിച്ചെടുത്താൽ h² ടേം ഒരുമിച്ചെടുത്താൽ എക്സ് ഇൻറ്റു dy/dx മൈനസ് y ഡിവൈഡഡ് ബൈ hx പ്ലസ് by ദ ഹോൾ സ്ക്വയർ വരും. നമുക്ക് ആൻസറും കൂടെ നോക്കുമ്പോൾ നമുക്ക് h² മൈനസ് ab ഫോമിലാണ് വരേണ്ടത്. നമ്മൾ അകത്തോട്ട് മൈനസ് എടുത്താൽ മൈനസ് ab y മൈനസ് എക്സ് dy/dx. നമുക്ക് ഇവിടെ മൈനസ് എടുക്കുമ്പം മൈനസ് h² എക്സ് ഇൻറ്റു dy/dx മൈനസ് y ഡിവൈഡഡ് ബൈ hx പ്ലസ് by ദ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. നമുക്ക് h² മൈനസ് ab കിട്ടാൻ വേണ്ടി ഇവിടുന്ന് ഒരു മൈനസ് പുറത്തെടുക്കാം.
അപ്പം മൈനസ് എ ബി വൈ മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ ദ ഹോൾ സ്ക്വയർ വരും. ഇത് ഈ വൈ മൈനസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആണ്. വൈ മൈനസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എച്ച് സ്ക്വയർ മൈനസ് എ ബി, ഇവിടുന്ന് എച്ച് സ്ക്വയർ ഇവിടുന്ന് മൈനസ് എ ബി ഡിവൈഡഡ് ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ ദ ഹോൾ സ്ക്വയർ വരും. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ വൈ മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ ഓൾറെഡി ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് അത് ഇക്വേഷൻ 1 ആണ്. മൈനസ് എ എക്സ് പ്ലസ് ബി വൈ ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ ആണ്. അപ്പം മൈനസ് എ എക്സ് പ്ലസ് എച്ച് വൈ ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ ഇൻറ്റു എച്ച് സ്ക്വയർ മൈനസ് എ ബി ഹോൾ ഡിവൈഡ് ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ ദ ഹോൾ സ്ക്വയർ. ഇത് ഫ്രം 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. ഡി വൈ ബൈ ഡി എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ മൈനസും കൂടെ പ്ലസ് ആയി. സോ ദിസ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ഇൻറ്റു എ എക്സ് പ്ലസ് എച്ച് വൈ എച്ച് എക്സ് പ്ലസ് ബി വൈ ഇൻറ്റു എച്ച് സ്ക്വയർ മൈനസ് എ ബി ഹോൾ ഡിവൈഡ് ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ ദ ഹോൾ സ്ക്വയർ എച്ച് എക്സ് പ്ലസ് ബി വൈ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി നമുക്ക് ഇതിനെ എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. വൈ എച്ച് എക്സ് പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് എ എക്സ് സ്ക്വയർ പ്ലസ് എച്ച് എക്സ് വൈ ഇൻറ്റു എച്ച് സ്ക്വയർ മൈനസ് എ ബി, ഈ എച്ച് എക്സ് പ്ലസ് ബി വൈ എന്ന് പറയുന്നത് താഴോട്ട് വരും, എച്ച് എക്സ് പ്ലസ് ബി വൈ സ്ക്വയർ വരും. നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം എ എക്സ് സ്ക്വയർ എച്ച് എക്സ് വൈ കൂടെ 2hxy പ്ലസ് ബി വൈ സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ മൈനസ് എ ബി ഡിവൈഡ് ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ, എ എക്സ് സ്ക്വയർ പ്ലസ് 2hxy പ്ലസ് ബി വൈ സ്ക്വയർ ആണ്. അപ്പോൾ നോക്കിയേ എ എക്സ് സ്ക്വയർ പ്ലസ് 2hxy പ്ലസ് ബി വൈ സ്ക്വയർ ആണ്. അത് 1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു 1 ഇൻറ്റു എച്ച് സ്ക്വയർ മൈനസ് എ ബി ഡിവൈഡ് ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എച്ച് സ്ക്വയർ മൈനസ് എ ബി ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ ദ ഹോൾ സ്ക്വയർ. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് എന്താണ്? ഈ തന്നിരിക്കുന്നതിനെ മൊത്തത്തിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പം നമുക്ക് അതിനകത്ത് ഡി വൈ ബൈ ഡി എക്സ് ടേം ഉണ്ട്, അല്ലാത്ത ടേമുകളും ഉണ്ട്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ടേമുകളെ നമ്മൾ ഒരുമിച്ചാക്കി എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. നമുക്ക് വേണ്ടിയിരുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുവാണ്. സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ അകത്ത് ഡി വൈ ബൈ ഡി എക്സ് വന്നു, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും.